നമസ്കാരം. മലയാളി വാർത്ത സ്പെഷ്യലിലേക്ക് കയറി പോന്നോളി. സുഹൃത്തുക്കളെ, സ്വല്പം മ്യൂസിക് വരുന്നു. ഞാൻ തന്നെ കണ്ടെത്തിയ വരികൾ കോർത്തിണക്കിയ ഈ ഗാനത്തിന് പണ്ടെങ്ങോ ഇറങ്ങിയ ഏതെങ്കിലും സിനിമാ പാട്ടുമായി എന്തെങ്കിലും സാമ്യം നിങ്ങൾക്ക് തോന്നിയാൽ സത്യം മാത്രമാണത്. ഞാൻ കീച്ചട്ടെ, അനുഗ്രഹിച്ചാലും. പൊൻവീണെ കരിമണലിൽ വീതം വാങ്ങും, മുഖ്യന്റെയും മരുമോന്റെയും താങ്ങും നൽകൂ. ഇടി വന്ന് ഓടുന്നേരം ഗോവിന്ദൻ മാമൻ കാലും വാരി അന്തങ്ങൾ പാടുന്ന ഗീതം ഇനിയും ഇനിയും തേഞ്ഞൊട്ടും. ഓരോരോ അവസ്ഥകൾ. സുഹൃത്തുക്കളെ, ആകെ കുഴഞ്ഞു മറിയുകയാണ് കാര്യങ്ങൾ. കുഴഞ്ഞു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വീണ ചെന്നൈയിൽ പോയോ അതോ ഇല്ലേ? അവിടെ പാലുകാച്ച ഇവിടെ കല്യാണം എന്ന് പറഞ്ഞ പോലെയായി കാര്യങ്ങൾ. വർഗീസ് മാപ്പിളയുടെ പത്രത്തിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ അച്ചടിച്ച് വന്നേക്കുകയാണ് ചെന്നൈക്ക് പോയെന്ന്. ഇത് കേട്ടതും എൻ്റെ കാറിൽ മസ് മുത്തപ്പ ഈ ആഴ്ചയും വല്യേട്ടൻ പടമിട്ട് ചത്ത പോലെ ഇരിക്കണമല്ലോ എന്ന് കൈരളിയുടെ കരച്ചിൽ. ദേശാഭിമാനിക്കും കൈരളിക്കും കുറെ കാലത്തേക്ക് ഇനി ഇങ്ങനെ ചത്ത പോലെ ഇരിക്കേണ്ടി വരും. ഞങ്ങളുടെ നെഞ്ചത്ത് റീത്ത് വെച്ചിട്ട് തന്നെ വേണം മനോരമയെ നിനക്ക് ആളാകാനല്ലേ? കൊടുത്താൽ കൊല്ലത്തും കിട്ടുവടേ കമ്പികളെ, അത് ഓർമ്മ വേണം. ഞങ്ങളുടെ അച്ചു ഉമ്മനെ എടുത്തിട്ട് താങ്ങിയപ്പോൾ നീയൊക്കെ ഓർത്തില്ല അല്ലേ? ഞങ്ങൾക്കും അവസരം വരുമെന്ന്. പകരത്തിന് പകരം ഇതൊക്കെ സാമ്പിള് വെടിക്കട്ടടേ. പിക്ചർ അഭി ബാക്കി ഹേ ബൈജാൻ. നീയൊക്കെ നേരെ വിളിക്കും. നിങ്ങളറിഞ്ഞോ നാട്ടാരെ? നിങ്ങളറിഞ്ഞോ നാട്ടാരെ? അടിയുടെ ഇടിയുടെ വെടിയുടെ മുന്നിൽ മാറിപ്പോയി. സംഭവമല്ല. നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ കാര്യങ്ങൾ? വീണുമോളെ മുക്കിന് എങ്ങോട്ടും മുക്കാതിരിക്കാൻ ഉറക്കളച്ച് കാത്തിരിക്കുകയാണ് ഗോവിന്ദൻ മാമൻ. വീണുമോൾ മുങ്ങിയാൽ തെരഞ്ഞെടുപ്പിൽ പാർട്ടി മൊട്ടയിടും. ഈ പാർട്ടിയും വീണയും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന് വരുത്താനുള്ള ഓട്ടത്തിലാണ് ഇപ്പോൾ ഗോവിന്ദൻ മാമൻ. കഷ്ടം. വീണുമോളെ എങ്ങനെയും SFIO ആഫീസിൽ ചോദ്യം ചെയ്യലിനെത്തിക്കണം. അതിന് രാമനാഥന്റെ വേഷം കെട്ടി വീണുമോളെ കളത്തിലെത്തിക്കാനും ഗോവിന്ദൻ മാമൻ തയ്യാർ. മിക്കവാറും തോം 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 പാടേണ്ടി വരും മാമൻ. ഗോവിന്ദൻ സഖാവിന് ഇത് തന്നെ വേണം. വേലിയിലിരുന്ന വയ്യാവേലി എടുത്ത് വേണ്ടാത്തടത്ത് വെക്കുമ്പോൾ ഓർക്കണമായിരുന്നു. അങ്ങോട്ട് എന്തൊക്കെയായിരുന്നു ബഹളം. കുഴൽനാടൻ മാസപ്പടി ആരോപണം അങ്ങോട്ട് നടത്തിയപ്പോഴത്തേക്ക് എന്തായിരുന്നു ഇവിടെ പുകില്. വീണമോളെ ഒക്കത്തെടുത്ത് വെക്കുന്നു, വീണമോളെ കണ്ണീര് തുടയ്ക്കുന്നു, മൂക്ക് തുടച്ചു കൊടുക്കുന്നു. എന്നിട്ടിപ്പോളോ SFIO വന്നപ്പോഴാണ് മാമന്മാർക്ക് വെളിവ് വന്നത്. കുട്ടിക്ക് അഴിമതി അറിയാം കേട്ടോ. ഇതോടെ വീണമോളെ എങ്ങനെയാലും ഒക്കത്തൂന്നൊന്ന് നിലത്തോട്ടിറക്കാനാണ് മാമന്മാർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാ പിന്നെ അനുഭവിച്ചു. ക്ലിഫ് ഹൗസിൽ അതിലും വലിയ കോമഡി നടന്നുകൊണ്ടിരിക്കുവാടെ. മുഖ്യൻ തമിഴ് പഠിക്കാനുള്ള ശ്രമത്തിലാ. ഒഴിവ് വേളകളിൽ സ്റ്റാലിനോട് ചോദിച്ച് കുറച്ച് തമിഴ് പഠിക്കണം. ഇനിയിപ്പോൾ ഇടയ്ക്കിടെ ചെന്നൈക്ക് പോകാനുള്ളതല്ലേ. അവിടെ പോയി അണ്ണൈ ഇങ്കൈ പാർ അണ്ണൈ, എന്നോട് അരിമപുത്രി വീണ റൊമ്പ നല്ലവ, അവളോട് അപ്പൻ ரொம்ப നല്ലവ, വിട്ടിടണേ എങ്ങളെ വിട്ടിട് എന്ന് കരയേണ്ടി വരും. കേന്ദ്രത്തിൽ പോയി ഹിന്ദിയിലും മോങ്ങണം. ബഹുത്ത് ബഡ കഷ്ട് ഹേ മോദിജി, ബഹുത്ത് ബഡ കഷ്ട് ഹേ. ചെന്നൈയിൽ ചെന്ന് തമിഴിലും മോങ്ങണം. എൻ്റെ പറങ്കിയണ്ടി മുത്തപ്പ അവസ്ഥ. അവന്മാരുടെ SFIO ഓഫീസ് എങ്ങാനും എൻ്റെ കണ്ണൂരായിരുന്നെങ്കിൽ ഗർഭം കലക്കി പൊട്ടിച്ചെറിഞ്ഞേനെ ഞാൻ. ഇതിപ്പോൾ എൻ്റെ മോൾക്ക് വേണ്ടി ആയിപ്പോയി. തൽക്കാലം ഞാൻ ഒതുങ്ങുന്നു. പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിക്കാനാണെന്ന് ക്യാപ്സൂൾ ഇറക്കട അടിമേഷുകളെ അങ്ങോട്ട്. തൽക്കാലം നാറി നിൽക്കുന്നത് നാട്ടാരറിയണ്ട. എല്ലാം കരക്കമ്പിയാണ് മുഖ്യ. തേഞ്ഞു തൃപ്തിയായി. ഗോവിന്ദൻ മാമന്റെ പ്രസവ വേദനയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പം കാണാം.